ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇനി അഥവാ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും തൊട്ടടുത്ത വീട്ടിലെങ്കിലും മാങ്ങ ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണേ. എപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ഒരു പഴയൊരു സിനിമാ നടിയിലെ ഊർമിള ഉണ്ണി, അപ്പോൾ അവർ കുറേ ഇൻ്റർവ്യൂസിൽ അവരുടെ ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട് ഈ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. പൊതുവേ ഉണ്ടല്ലോ ഇതിന് ചെറിയ മാങ്ങ യൂസ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ അതിന് കടുക്കാച്ചി മാങ്ങ അല്ലെങ്കിൽ കൂപ്പിക്കുടിയ മാങ്ങ അങ്ങനെയൊക്കെ കേട്ടോ പറയൽ. ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ. പക്ഷേ എനിക്ക് ഇവിടെ കുറച്ച് വലിയ മാങ്ങ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് അധികം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ച് കളയുന്നുണ്ട്. മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ലൂസ് മോര് പോലെ ആയിപ്പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ട, കുറച്ച് തിക്കിൽ തന്നെ നല്ല ജസ്റ്റ് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കളയാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ. ഇതാണ് ഈ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിൻ്റെ പ്രത്യേകത. എല്ലാം നെയ്യിലാണ്. നമ്മൾ എണ്ണയല്ലേ യൂസ് ചെയ്യൽ, വെളിച്ചെണ്ണ അതല്ല, ഇവിടെ എല്ലാം നെയ്യിലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങേൻ്റെ അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ നോക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മുടെ തൈരില്ലേ, നേരത്തെ ഉടച്ച് വെച്ച തൈര് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ അത് ചൂടാവാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ അതിനെ തിളപ്പിക്കാൻ നിൽക്കരുത്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് കടുക് വറുത്തിടാം. കടുകും നെയ്യിലാണ് കേട്ടോ വറുത്തിടുന്നത്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലല്ലേ, പക്ഷേ ഇത് നെയ്യിലാണ്. അതാണ് ഈ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി ഇത്രയും ടേസ്റ്റ് ആവാൻ കാരണം. നെയ്യിൽ കടുകും അതുപോലെ ഉലുവയും പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് വറുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.